ഇന്നലെ രാത്രി 7 മണിയായപ്പോഴേ നമ്മൾ കുറേത്തെത്തി കേട്ടോ. പിന്നെ ലോഡൊക്കെ ഇറക്കി ഇനി രാവിലെ തിരിക്കുക ദമാമിലേക്ക്. എല്ലാം കൂടെ നമ്മൾ ദമാമിൽ നിന്നൊരു 1500 കിലോമീറ്റർ മേളുണ്ട് കേട്ടോ കുറയാത്ത് വരെ. ഇത് പിന്നെ ജോർദാൻ ബോർഡറിൻ്റെ അടുത്തായി. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉള്ളു പിന്നെ ബോർഡർ. അപ്പോൾ നമ്മൾ പാർട്ടായിട്ട് കുറേ വീഡിയോസ് ചെയ്തു കേട്ടോ. ദമാമിൽ നിന്ന് കുറയാത്ത് വരെയുള്ള വഴികളെക്കുറിച്ചും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു, പിന്നെ അറിയാവുന്ന പേരുകളൊക്കെ പറഞ്ഞു. കുറേ വീഡിയോസ് ഇട്ടു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണേ. പിന്നെ ഇതിലെ കൂടെ ഓടുന്നവർ നിങ്ങൾ കൂടുതലും വിവരങ്ങൾ ഈ റൂട്ടിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. സ്ഥിരമായിട്ട് ഓടുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വന്ന വഴി തന്നെ തിരിച്ചു പോകാം കേട്ടോ. ഇന്നലെ നമ്മൾ തുറൈഫ് വരെയുള്ള വീഡിയോസ് എടുത്തായിരുന്നു. ലാസ്റ്റ് വീഡിയോ തുറൈഫ് വരെയുള്ളതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുടയാത്തിൽ നേരെ തുറൈഫ് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് വലത്ത് കറങ്ങി നേരെ പിന്നെ ദമാമിലോട്ട് പോകും. ഇനി തുറൈഫ് 140 കിലോമീറ്റർ ഉണ്ട്. RR 378. ഇന്നലെ നമ്മൾ ഇതിലെ കൂടെ വന്നപ്പോഴേ സന്ധ്യ ആയിരുന്നു കേട്ടോ, രാത്രിയായി. അപ്പോൾ ഈ റോഡൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റിയില്ല. എങ്കിലും ഒരു 140 കിലോമീറ്റർ റോഡുണ്ടല്ലോ. മൊത്തം മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ കട്ട മരുഭൂമിയാണ്. ഈ റോഡിൽ അങ്ങനെ കുറേ 100 കിലോമീറ്റർ പ്രത്യേകിച്ച് മാർക്കറ്റോ അങ്ങനെ കടകളോ ഒന്നുമില്ല. മൊത്തം മരുഭൂമിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ടയറും എല്ലാം പൊട്ടിപ്പോയാലോ അല്ലെങ്കിൽ വണ്ടി കേടായാലോ ഒക്കെ ബുദ്ധിമുട്ട് കാണും. ഒറ്റയ്ക്കൊക്കെ ഓടുവാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും. കാര്യം അങ്ങനെ റോഡ് കണ്ടാൽ നമുക്ക് ഒരു വല്ലാതെ തോന്നും. കാര്യം പ്രത്യേകിച്ചൊന്നും കടകളൊന്നുമില്ല. പിന്നെ ഈ വഴിയോടൊക്കെ ഒന്ന് കാണുവാൻ പറ്റി, ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. സൗദി അറേബ്യയിൽ വന്നെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനിയുണ്ട് പല സ്ഥലങ്ങളും നമ്മൾ പോയിട്ടില്ല. കാര്യം സൗദി അറേബ്യ വലിയതാണ് കേട്ടോ. ഇഷ്ടംപോലെ ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കുക. ഞാൻ ഇത്ര വർഷത്തിനിടയ്ക്ക് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ്. കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇനിയും സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളിൽ ഇനി പോകാനുണ്ട്. പിന്നെ ഇവിടെ വന്നുകൊണ്ട് കുറേ സ്ഥലം കൂടെയൊക്കെ കണ്ടു കേട്ടോ. തുറൈഫ്, പിന്നെന്തോ RR, പിന്നെന്തോ റാഫ, പിന്നെന്തോ എല്ലാ സ്ഥലവും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. കാര്യം ശരിയായിട്ടൊന്നും പേര് ഉച്ചരിക്കാൻ എനിക്ക് അറിയത്തില്ല. കുറേ ദിവസം ഓടണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ശരിയായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഓടുന്ന ആ ചേട്ടന്മാരോ അനിയന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുറയാത്ത് മുതൽ ദമാമ് വരെ ഏതൊക്കെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ദമാമിൽ നിന്ന് കുറയാത്തിലോട്ട് വരുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ്, അതിൻ്റെ പേര് ഏതൊക്കെയാണ്, മെയിൻ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ടോട്ടലായിട്ട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ 1500 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന റോഡിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്, ഏതൊക്കെ സ്ഥലത്തിൻ്റെ പേരാണ്, നിങ്ങളത് ഓരോ പേരുകൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ കുറയാത്തിൽ നിന്ന് തുറൈഫ് പോകുമ്പോഴേ കാണാൻ നല്ല രസമുണ്ട്. പ്രകൃതി ഭംഗി കേട്ടോ, അത് സൂപ്പർ. കുന്നുകളും മലകളും ഒക്കെ കണ്ടോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഒറ്റയ്ക്ക് ഓടുമ്പോൾ ചിലപ്പോൾ പണി കിട്ടിയാൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആരോടോട് കൂടെയൊക്കെ ഓടുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇന്നേ കാറ്റുണ്ട്. ഇന്നലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കാറ്റില്ലായിരുന്നു. ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്നാണ് കാറ്റടിക്കുന്നത് തോന്നുന്നു. കാര്യം വണ്ടി ശരിയായിട്ട് അങ്ങോട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. ഒരു സൗണ്ടും ഒരു മൂളലും ഒക്കെ കൂടുതലാണ്. ഇന്നലെ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടും, ട്രാവൽ വീഡിയോസ്, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതേ. അത് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ പഠിക്കാനൊക്കെ പറ്റും സ്ഥലങ്ങൾ. പിന്നെന്തുവാ, എപ്പോഴും വണ്ടിയെ പറ്റിയും വണ്ടിയുടെ കാര്യങ്ങളും ഗിയറും വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് വരട്ടെന്നും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നത്. ഇവിടെ വല സൈഡിലെ ട്രക്കിൻ്റെ വലിയ പാർക്കിംഗ് ഒക്കെ കാണുന്നു. എന്നാൽ രാത്രി അങ്ങോട്ട് പോയപ്പോൾ ഒന്നും ശരിയായിട്ട് കാണാൻ പറ്റിയില്ല. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഫ്രണ്ടിൽ നിന്നാണ് കാറ്റ്. വണ്ടിയെ മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ വണ്ടിയെ തള്ളി നിർത്തും. നമ്മളിങ്ങനെ കാല് കൊടുത്ത് കാലിൻ്റെ ഉപ്പാട് വരും. ഇനിയും എത്ര ഉണ്ട്, 358 കിലോമീറ്റർ. കണ്ടോ കാറ്റ്, കണ്ടോ ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നിന്നാണ് കാറ്റ്. ആ മണ്ണ് പറക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങോട്ട് ഈ കുറിയാത്തൂരോട്ട് പോകുന്ന ട്രക്കുകൾക്ക് ഈസിയാണ് കേട്ടോ. അവർക്ക് ബാക്കിൽ നിന്ന് കാറ്റാണ്, സപ്പോർട്ട് കിട്ടും. ഫ്രണ്ടിലോട്ട് അവർക്ക് ഓടാനുള്ള സപ്പോർട്ട് കിട്ടും. പക്ഷെ നമുക്കിത് ഈ കാറ്റ് കീറി മുറിച്ച് വേണം മുന്നോട്ട് പോകാൻ. സിത്താരയൊക്കെ ആണെങ്കിൽ, കണ്ടെയ്നർ സിത്താരയൊക്കെ കാറ്റ് പിടിക്കും. അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വലത് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ വലത് ഭാഗത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ ചെക്ക് പോയിന്റ് അടുത്ത് ഒരു വക്കാലയും പെട്രോൾ പമ്പ്, പഴയ പെട്രോൾ പമ്പ് കാണും. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അൽ കുറിയാത്ത് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണേ. പ്രത്യേകിച്ച് ഈ പോകുന്ന സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.